അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 10ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ സ്കൂൾ മദ്രസയിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇജ്ആലിൽ അഫ്ആലിൽ ആത്തിയ, ശേഷം വരുന്ന ഫിഅലുകൾ നീ ആക്കുക, മജ്ഹൂലത്തൻ, മജ്ഹൂലാക്കുക, വഅത്തി നീ കൊണ്ടുവരൂ, ബി നായിബിൽ ഫാഇലി, നായിബ് ഫായിലിന് കൊണ്ടുവരൂ, കമാ തറ നീ കാണുന്നത് പോലെ, നീ ഉദാഹരണത്തിൽ കാണുന്നത് പോലെ കൊണ്ടുവരൂ. ഒന്നാമത്തെ കോളം അൽ ഫിഅലുൽ മഅറൂഫാണ്, മഅറൂഫായ ഫിഅല് താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കോളം അൽ ഫിഅലുൽ മജ്ഹൂലു, മജ്ഹൂലായ ഫിഅല. മൂന്നാമത്തെ കോളം അൽ ഫിഅലുൽ മജ്ഹൂലു വ നായിബുൽ ഫായിലി, മജ്ഹൂലായ ഫിഅലും നായിബ് ഫായിലും. ഉദാഹരണം കൊടുത്തിട്ടുള്ളത് കസ്സറ പൊട്ടിച്ചു, കുസ്സിറ പൊട്ടിക്കപ്പെട്ടു, കുസ്സിറൽ ഇനാഉ പാത്രം പൊട്ടിക്കപ്പെട്ടു. അതുപോലെ ബാക്കിയുള്ളതും കൊണ്ടുവരിക. അതിലൊന്നാമത്തത് ഇൻത്വലഖ ബിഹി, ഇൻത്വലഖ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു അല്ലെങ്കിൽ യാത്ര പോയി, കൊണ്ടുപോയി എന്നൊക്കെ അർത്ഥം. ഇൻത്വലഖ ബിഹി അതിൻ്റെ മജ്ഹൂലാണ് ഉൻതുലിഖ ബിഹി, ഉൻതുലിഖ ബിഹി. മൂന്നാമത്തെ കോളത്തിൽ എഴുതാനുള്ളത് ഉൻതുലിഖ ബി സൈദിൻ അല്ലെങ്കിൽ ഉൻതുലിഖ ബി റജുലിൻ. അതിൻ്റെ അർത്ഥം സെയ്ദ് കൊണ്ടുപോകപ്പെട്ടു, സെയ്ദിനെ ആരോ കൊണ്ടുപോയി എന്നർത്ഥം. ഉൻതുലിഖ ബി സെയ്ദിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെയ്ദിനെ കൂട്ടി കൊണ്ട് പുറപ്പെട്ടു, സെയ്ദിനെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു. ആരാണ് പുറപ്പെട്ടത് എന്നറിയുകയില്ല, അതിനാണ് മജ്ഹൂൽ എന്ന് പറയുക. രണ്ട് യക്റഹു വെറുക്കും, അതിൻ്റെ മജ്ഹൂല് യുക്റഹു, മുദാറഅത്ത് ഹർഫിന് ദമ്മ് അവസാനത്തിന് ഫത്ഹ്, യുക്റഹു വെറുക്കപ്പെടും. ഉദാഹരണം യുക്റഹുൽ ളാലിമു അക്രമിയെ വെറുക്കപ്പെടും, അക്രമിയെ വെറുക്കപ്പെടും. മൂന്ന് യഅ്മുറു കൽപ്പിക്കും, അതിൻ്റെ മജ്ഹൂല് യുഅ്മറു, മുദാറഅത്ത് ഹർഫിന് ദമ്മ് അവസാനത്തിന് ഫത്ഹ്, യുഅ്മറു കൽപ്പിക്കപ്പെടും. അതിൻ്റെ ഉദാഹരണം വരുന്നത് യുഅ്മറുൽ അബ്ദു അടിമയോട് കൽപ്പിക്കപ്പെടും. മൂന്നാമത്തത് ഗസല കഴുകി, അതിൻ്റെ മജ്ഹൂല് ഗുസില കഴുകപ്പെട്ടു. ഉദാഹരണം ഗുസില തൗബു വസ്ത്രം കഴുകപ്പെട്ടു. അഞ്ചാമത്തത് ലബിസ ധരിച്ചു, അതിൻ്റെ മജ്ഹൂല് ലുബിസ ധരിക്കപ്പെട്ടു. അതിന് ഉദാഹരണമായി വരുന്നത് ലുബിസൽ ഖമീസു ഷർട്ട് ധരിക്കപ്പെട്ടു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വഫിഖ് നീ യോജിപ്പിക്കൂ. അതിലൊന്ന് അൽ ജറു, അൽ ജറു മുഖ്തസും ബിൽ അസ്മാഇ. രണ്ട് അൽ ജസ്മു മുഖ്തസും ബിൽ അഫ്ആലി. ഒന്നാമത്തത് ജറ് ഇസ്മുകളെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാണ്, രണ്ടാമത്തത് ജസ്മ് ഫ്യൂലുകൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാണ്. മൂന്ന് അൽ ഹുറൂഫു ഹർഫുകൾ കുല്ലുഹാദ് മുഴുവനും മബ്നിയത്തുൻ മബ്നിയാണ്. നാല് മാ ലാ യതഗയ്യറു ആഖിറുഹു അവസാനം വ്യത്യാസപ്പെടാത്ത ഒന്ന്, ബി തഗയ്യുരുൽ അവാമിലി ആമിലുകൾ വ്യത്യാസമാകൽ കൊണ്ട് അവസാനം വ്യത്യാസപ്പെടാത്തതിനാണ് യുസമ്മ മബ്നിയൻ, മബ്നി എന്ന് പറയുന്നത്. ആമിലുകൾ വ്യത്യാസപ്പെടുക കൊണ്ട് അവസാനം വ്യത്യാസപ്പെടാത്തതിന് മബ്നി എന്ന് പറയും. മാ യതഗയ്യറ ആഖിറുഹു ബി തഗയ്യുരുൽ അവാമിലി, മാ തഗയ്യറ ആഖിറുഹു ബി തഗയ്യുരുൽ അവാമിലി ആമിലുകൾ വ്യത്യാസപ്പെടൽ കൊണ്ട് അവസാനം വ്യത്യാസപ്പെടുന്നതിന് മുഅറബ് എന്ന് പറയും. അപ്പോൾ യുസമ്മ മുഅറബൻ എന്നാണ് അതിൻ്റെ ആൻസർ. മൂന്ന് തമ്മീം പൂർത്തിയാക്കാനുള്ളതാണ്. അൽ ഫിഅലു നൗആനി, ഫിഅല് രണ്ട് വിധമാണ്. ഒന്ന് ലാസിമുൻ ലാസിമാണ്, രണ്ടാമത്തെ എന്താണ് മുതഅദ്ദിൻ മുതഅദ്ദിയാണ്. അൽ ഫായിലു ഫായിൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ഒരു ഇസ്മാണ്, ഉസ്നിദ ഇലൈഹി അതിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു, ഫിഅലുൻ മുഖദ്ദമുൻ മുൻകടക്കപ്പെട്ടതായ ഒരു ഫിഅല്. അർ റഫ്ഉ റഫ്ഉം അൻ നസ്ബു നസ്ബും യദ്ഖുലാൻ രണ്ട് പ്രവേശിക്കും, ഫിൽ അസ്മായി ഇസ്മുകളിൽ പ്രവേശിക്കും,
വൽ അഫ്ആലി ഫിയലുകളിലും പ്രവേശിക്കും. അപ്പോൾ വൽ അഫ്ആലി എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അൽ അസ്മാ ഉസിത്ത ഫതുർഫഉ ബി വാവിൻ വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും. വതുൻസബു ബിൽ അലിഫി അലിഫ് കൊണ്ട് നസ്ബും ചെയ്യപ്പെടും. വതുജറു ജറ് ചെയ്യപ്പെടും. ബിൽ യാ കൊണ്ട് ജറും ചെയ്യപ്പെടും. 4 അജിബ് നീ ഉത്തരം നൽകുക. 1 യൽഹഖുൽ ഫിഅലൽ മാദിയായ ഫിഅലിനോട് ചേരും താഉ തഅനീസിൻ സാക്കിനത്തുൻ സുക്കൂനുള്ള തഅനീസിൻ്റെ താ ചേരും. മത്ത എപ്പോഴൊക്കെയാണ് തഅനീസിൻ്റെ താ ചേരുക? അതിൻ്റെ ആൻസർ വഇദാ ഉസ്നിദ ഇലാ ദമീരിൻ യർജിഉ ഇലാ മുഅന്നസിൻ ഹഖീഖിയിൻ ഔ മജാസിയിൻ. വഇദാ ഉസ്നിദ ചേർക്കപ്പെട്ടാൽ ഇലാ ദമീരിൻ ദമീറിലേക്ക് ചേർക്കപ്പെട്ടാൽ യർജിഉ അത് മടങ്ങും ഇലാ മുഅന്നസിൻ ഹഖീഖിയിൻ ഹഖീഖിയ മുഅന്നസിലേക്ക് മടങ്ങുന്ന ദമീറിലേക്ക് ചേർക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഔ മജാസിയിൻ മജാസിയ മുഅന്നസിലേക്ക് മടങ്ങുന്ന ദമീറിലേക്ക് ചേർക്കപ്പെട്ടാൽ. ഒരു ഉദാഹരണം പറയാം. ഫാത്തിമയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, കുറേ പറഞ്ഞതിന് ശേഷം പറയുകയാണ് ദഹബത്ത് അവൾ പോയി. അപ്പോൾ ദഹബത്ത് എന്നുള്ളതിൽ അവൾ എന്നുള്ള ദമീറുണ്ട്. അത് ഹഖീഖിയ മുഅന്നസിലേക്ക് മടങ്ങുന്ന ദമീറാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ദഹബ എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. ദഹബത്ത് എന്ന് തന്നെ പറയണം. ദഹബത്ത് അവൾ പോയി എന്ന് പറയണം. താ കൊടുക്കൽ നിർബന്ധമാണ്. ഇനി മജാസിയ മുഅന്നസിന് ഉദാഹരണം സൂര്യൻ ഷംസിനെ കുറിച്ച് പറഞ്ഞു അഷംസു പറയണം. പിന്നെ പറയണം ത്വലഅത്ത് അത് ഉദിച്ചു. അപ്പോൾ ത്വലഅത്ത് എന്ന് തന്നെ പറയണം. കാരണം ഷംസ് മജാസിയ മുഅന്നസാണ്. മജാസിയ മുഅന്നസിലേക്ക് മടങ്ങുന്ന ദമീർ ത്വലഅത്ത് എന്നുള്ള ഫിയലിലുണ്ട്. അതുകൊണ്ട് തന്നെ ത്വലഅത്ത് എന്ന് പറയണം. അതിൻ്റെ ആൻസർ ഇതും കൂടെ ഉണ്ട്. ഔ അല്ലെങ്കിൽ ഉസ്നിദ ഇലാ മുഅന്നസിൻ ഹഖീഖിയിൻ ഹഖീഖിയ മുഅന്നസിലേക്ക് ചേർക്കപ്പെട്ടതാണെങ്കിലും. ഉദാഹരണം ദഹബ ഫാത്തിമത്തു എന്ന് പറയാൻ പറ്റുകയില്ല. ദഹബത്ത് ഫാത്തിമത്തു എന്ന് പറയണം. കാരണം ദഹബൻ്റെ ഫായിലായിട്ട് ഹഖീഖിയ മുഅന്നസിലേക്കാണ് ഫായിലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ദഹബത്ത് ഫാത്തിമത്തു എന്ന് പറയണം. ഒരേ ഒരു സ്ഥലത്തെ താ കൊടുക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ. അത് മജാസിയ മുഅന്നസാണ് ഫായിലായിട്ട് വരുന്നതെങ്കിൽ താ കൊടുക്കാതെ ഉച്ചരിക്കാം. ഉദാഹരണം ത്വലഅ ഷംസു എന്ന് പറയാം. ത്വലഅത്ത് ഷംസു എന്ന് പറയാം. അപ്പോൾ ത്വലഅ ഷംസു എന്ന് പറയാം. ഷംസ് ഉദിച്ചു എന്ന് പറയാം. 2 കൈഫ യുജാലുൽ മുദാരിഉ മജ്ഹൂലൻ എങ്ങനെയാണ് മുദാരിയായ ഫീലിനെ മജ്ഹൂലാക്കുക? ബി ലൊമ്മി ഹർഫിൽ മുദാറാത്തിൻ്റെ ഹർഫിന് ലൊമ്മ ചെയ്യൽ കൊണ്ടും ഫത്ഹി മാ ഖബലൽ ആഖിരി അവസാനത്തിന് മുമ്പിന് ഫതഹ് കൊടുക്കൽ കൊണ്ടും. അപ്പോൾ മുദാറാത്തിൻ്റെ ഹർഫിന് ലൊമ്മ ചെയ്യുക, അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് ഫതഹും കൊടുക്കുക. ഉദാഹരണം യജിലിസു എന്നുള്ള മജ്ഹൂലാക്കുമ്പോൾ യുജിലസു. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ പറഞ്ഞു. 3 അൽ മുതഅദ്ദി മാഹുവ മുതഅദ്ദി എന്നാൽ എന്തേൽ? അൽ ഫിഅലു ലദി യതഅദ്ദ ഇലാ മഫ്ഊലിൻ ബിഹിയിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലിനാണ് മുതഅദ്ദി എന്ന് പറയുന്നത്. 4 അൽ ലാസിം മാഹുവ ലാസിം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഫിഅലു ലദി ലാ യതഅദ്ദ ഇലാ മഫ്ഊലിൻ ബിഹിയിലേക്ക് വിട്ടുകിടക്കാത്ത ഫീലിനാണ് ലാസിം എന്ന് പറയുന്നത്. 5 ബയ്യൻ വ്യക്തമാക്കാനുള്ളതാണ്. ഇഅ്റാബുൽ അംസിലത്തുൽ ഖംസൻ്റെ ഇഅ്റാബ് തുർഫഉ റഫ് ചെയ്യപ്പെടും. ബി സുബൂത്തിൻ നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ് ചെയ്യപ്പെടും. വ തുൻസബു വ തുജ്സമു നസ്ബും ജസ്മും ചെയ്യപ്പെടും. ബി ഹദ്ഫിഹിമാ ആ നൂനുകളെ കളയൽ കൊണ്ട്, ആ രണ്ടിന് നൂന് കളയൽ കൊണ്ട് എന്താവും? നസ്ബും ചെയ്യും ജസ്മും ചെയ്യും. 2 ഇഅ്റാബുൽ ജംഉൽ മുദക്കരി സാലിമി ജംഉ മുദക്കറു സാലിമിൻ്റെ ഇഅ്റാബ് എന്താണ്? തുർഫഉ ബി വാവിൻ വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും. വ തുൻസബു വ തുജറു ബി യാഇൻ യാ കൊണ്ട് നസ്ബും ജറും ചെയ്യപ്പെടും. ഇഅ്റാബുൽ മുസന്നൻ്റെ ഇഅ്റാബ് തുർഫഉ ബിൽ അലിഫ് കൊണ്ട് റഫ് ചെയ്യപ്പെടും. വ തുജറു വ തുൻസബു ബിൽ യാ കൊണ്ട് നസ്ബും ജറും ചെയ്യപ്പെടും. ജംഉ മുദക്കർ സാലിമിൻ്റെയും മുസന്നയുടെയും ഇഅ്റാബ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ജംഉ മുദക്കറിൻ്റെ ഇഅ്റാബിൽ റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ്.
മുസന്നൻ്റെ ഇറാബിൽ അലിഫ് കൊണ്ടാണ് റഫ് ചെയ്യുന്നത്, അത്ര വ്യത്യാസമുള്ളൂ. നസ്ബും ജറും രണ്ടിലും യാ കൊണ്ട് തന്നെയാണ്. 6 തർജിം പരിഭാഷപ്പെടുത്താം. ഇഖ്തറബത്തി സാഅത്തു ഖിയാമത്ത് നാൾ അടുത്തു. വൻഷഖൽ ഖമറു ചന്ദ്രൻ ഉതിർന്നു വീണു, അല്ലെങ്കിൽ ചന്ദ്രൻ പിളർന്നു. ഇൻഷഖാനെ പിളർന്നു എന്നൊക്കെ അർത്ഥം. അപ്പോൾ ചന്ദ്രൻ പിളർന്നു. 2 ഖതല ളാലിമു ളാലിമ് വധിച്ചു, അക്രമി വധിച്ചു. അൽ അസ്കരിയ സൈനികൻ അല്ലെങ്കിൽ പട്ടാളക്കാരനെ അക്രമി വധിച്ചു അല്ലെങ്കിൽ അക്രമി കൊന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാകാത്തവർ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.